RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഒടുവിൽ കൈവിട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി DGP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ നടപടി. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത്. അജിത് കുമാർ സായുധ ബറ്റാലിയൻ ADGP ആയി തുടരും. ഉചിതമായ നടപടി എന്ന് CPI ആദ്യ പ്രതികരണം നൽകി. LDF ഘടകകക്ഷികളുടെ വിജയം എന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഇപ്പോൾ ഈ വിഷയത്തിൽ BJPയുടെ ഒരു പ്രതികരണം വരുന്നത്, MR അജിത് കുമാറിനെതിരായ നടപടിയെ BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. 4 വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ കസേര മാറ്റിയിരുത്തി പിണറായി വിജയൻ മാതൃകയായി എന്നാണ് ഈ പരിഹാസം. ഭരണപരമായ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നടപടി എന്നുകൂടി V മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത് ഒരു പരിഹാരമല്ലെങ്കിലും പിണറായി വിജയന്റെ വിശ്വസ്തർക്ക് ഇതൊരു പാഠമാണ്. പിണറായിയുടെ വാക്കുകേട്ട് കൊള്ളരുതായ്മകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ മനസ്സിൽ കുറിച്ചിട്ടോണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ കൂടുതൽ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന്. ഷഫീദ്, ഈ ഉത്തരവിൽ എന്തു പറയുന്നു എന്നതാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട സംഗതി. ഈ വാർത്താക്കുറിപ്പിൽ ഇതൊരു നമുക്ക് നോക്കിയാൽ ഭരണപരമായ ഒരു മാറ്റം എന്ന നിലയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതല്ല, ഇതേതെങ്കിലും തരത്തിലൊരു നടപടിയുടെ ഭാഗമാണെങ്കിൽ അത് ഉത്തരവിൽ വിശദീകരിക്കേണ്ടതുണ്ട്. DGP 32 ദിവസം ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഉത്തരവിൻ്റെ ഭാഗമാകേണ്ടി വരുമല്ലോ, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം ADGP റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ ആ ജിയോയിൽ, ആഭ്യന്തര വകുപ്പ് ഇറക്കുന്ന ജിയോയിൽ സ്വാഭാവികമായും മെൻഷൻ ചെയ്യുന്നത് എന്ത്, റെഫർ ചെയ്യുന്നത് എന്ത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതല്ല, ഇനി അതൊരു പൊതുസ്ഥലമാറ്റത്തിൻ്റെ രീതിയിൽ ഒരു പക്ഷേ ചുമതലകൾ മാറ്റുന്നു. ADGP MR അജിത് കുമാറിന് ബറ്റാലിയൻ ചുമതലയിലേക്ക് ഒതുക്കി മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു കോമൺ ഉത്തരവ് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, നമ്മളിപ്പോൾ ഈ വിലയിരുത്തുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും. അത് നിയമസഭയിൽ പ്രതിപക്ഷം തുറന്നു കാട്ടുകയും ചെയ്യും. വീണ്ടും പ്രതിപക്ഷ വിമർശനമുണ്ടാകും. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ആ റെഫറൻസ് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു സൂചന കൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGP RSS കൂടിക്കാഴ്ചയിലെ അച്ചടക്കലംഘനം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ആ രീതിയിലൊരു കാര്യം വരുന്നത്. നേരത്തെ തന്നെ DGPയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നു എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂരിലും കോവളത്തും വെച്ച് RSSന്റെ 2 ഉന്നത നേതാക്കളെ, പ്രത്യേകിച്ച് ദത്താത്രേയ ഹൊസബെല്ലെ, റാം മാധവ് എന്നിവരെ കണ്ടത് സ്വകാര്യമായി പരിചയപ്പെടാനാണെന്ന ADGPയുടെ വാദം അത് DGP റിപ്പോർട്ടിൽ പൂർണ്ണമായും തള്ളിയിരുന്നു. ആ കൂടിക്കാഴ്ചകൾ ചട്ടലംഘനമാണെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട കാര്യമാണ് DGPയുടെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അതായത് സസ്പെൻഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, സസ്പെൻഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പറയാതിരുന്ന, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, DGP തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സസ്പെൻഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം ആരെങ്കിലും കോടതിയിൽ പോയാൽ സർക്കാർ പ്രതിസന്ധിയിലാകും. മാത്രവുമല്ല, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ DGPയുടെ നോട്ട്, അതല്ലെങ്കിൽ റിപ്പോർട്ട്, അത് സർക്കാർ തള്ളിയതും കോടതി നടപടി ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലയിരുത്തൽ. മാത്രമല്ല, ADGPക്ക് സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് DGPയോട് വീണ്ടും ഒരു അന്വേഷണം നടത്താൻ, ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ്ടും ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഒരു ഉത്തരവ് ഇപ്പോൾ നൽകിയിട്ടുമുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള നിയമ നടപടികൾ അത് ഒഴിവാക്കുക എന്നുള്ളത് സർക്കാർ ഇതിനോടകം തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിന്ന് വളരെ പെട്ടെന്നൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയതിൽ ഏതെങ്കിലും തരത്തിൽ റഫറൻസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിമാർക്കുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉത്തരവ് എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയമായി മാറാൻ പോവുക. വിജയകുമാർ, ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള ADGPയുടെ വിശദീകരണം തള്ളിയിരുന്നു. PV അൻവർ ചൂണ്ടിക്കാട്ടിയ ഈ റിദാൻ മാമി കേസുകളിലെ അന്വേഷണ വീഴ്ചയെപ്പറ്റി പരാമർശമുണ്ട്, അതും റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. റിദാൻ കേസിൻ്റെ ഈ അവസാന റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി കേസിൽ, തിരോധാന കേസിലെ ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായി എന്നതടക്കം പരാമർശങ്ങളുണ്ട്. അതൊക്കെ ചേർത്തിട്ട് ഉള്ള ഒരു നടപടി എന്ന നിലയിൽ ഇതിനെ ഈ ഉത്തരവിൽ കാണുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്,
ഈ ഇപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഒരു ഓഫീസിൽ നിന്ന് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റുക എന്നത് ഒരു നടപടിയല്ല, ഇതൊരു മുഖം രക്ഷിക്കൽ മാത്രമാണ്. CPI ഇക്കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തിരുന്നു. CPIയെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കുകയാണ്. പ്രതിപക്ഷത്തിന് അവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു നടപടി ഉണ്ടാകില്ല. അപ്പോൾ ഈ സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ അജിത് കുമാറിനെ തിരികെ പഴയ ചുമതലയിലേക്ക് കൊണ്ടുവരും എന്ന് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്, ഈ നടപടി നൽകുന്ന സന്ദേശം? വിജയകുമാർ, ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ്. ADGP അജിത് കുമാർ ഒരു വലിയ കുറ്റക്കാരനായി സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ സേനയ്ക്കകത്ത് തന്നെ വെച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹം തന്നെ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ബറ്റാലിയന്റെ മേധാവിയായി, അതിന്റെ ADGP ആയി തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ DGP ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ടിന്റെ മുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അച്ചടക്ക നടപടിക്ക് തയ്യാറായിട്ടില്ല. ആകെ ലോ ആൻഡ് ഓർഡറിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി എന്നുള്ളത് മാത്രമാണ്. പ്രതിപക്ഷം പറയുന്നത് പോലെ ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് മാറ്റി എന്നുള്ളത് ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ ഒരു കടുത്ത നടപടി ADGP MR അജിത് കുമാറിനെതിരെ ഇല്ല എന്നുള്ളത് സർക്കാർ കൃത്യമായ സന്ദേശം നൽകൽ തന്നെയാണ്. അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടിട്ടില്ല എന്നത് തന്നെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനോജ് എബ്രഹാമിനെയാണ് ലോ ആൻഡ് ഓർഡർ ചുമതലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അജിത് കുമാറിനേക്കാൾ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇന്റലിജൻസ് ഇത്രയും കാലം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നിരിക്കുന്നു. സ്വാഭാവികമായും മനോജ് എബ്രഹാം അടുത്ത DG പ്രൊമോഷനിലേക്ക് പോകേണ്ട ആളാണ്. അപ്പൊ സ്വാഭാവികമായും അടുത്ത DG പ്രൊമോഷനിലേക്ക് പോകുന്ന മനോജ് എബ്രഹാമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ലോ ആൻഡ് ഓർഡർ ADGP ആരാണ് എന്നുള്ളതിനുള്ള ഒരു സാധ്യതയിടൽ അവിടെ ഉണ്ട് എന്നുള്ളത് പോലീസ് ഘടന നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാണ്.